അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മുക്കം ആറ്റുപുറം ഉന്നതിയിൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രദേശത്തെ ഭീഷണിയെക്കുറിച്ച് CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു സന്ദർശനം. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുക്കം ആറ്റുപുറം ഉന്നതിയിലാണ് മുക്കം അഗ്നിരക്ഷാസേന പരിശോധന നടത്തിയത്. ചെരിഞ്ഞ പ്രദേശമായതിനാലും വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനമില്ലാത്തതുമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും വലിയ അപകട ഭീഷണിയാണ് സ്ഥലത്തുള്ളതെന്നും വിള്ളൽ വീണ ഭാഗങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയതിനാലും മഴ കുറഞ്ഞതിനാലും ഇപ്പോൾ പ്രശ്നമില്ലെന്നും ശക്തമായ മഴ പെയ്താൽ വീട്ടുകാരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുമെന്നും അഗ്നിരക്ഷാ നിലയം ഓഫീസർ EK സലീം പറഞ്ഞു. ഇന്ന് രാവിലെ വാർത്തകൾ കണ്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ പ്രദേശത്ത് വെള്ളം ഇറങ്ങി വീടുകൾ കേരളം കുടുംബങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരിശോധന നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വളരെ ചെരിഞ്ഞൊരു പ്രദേശത്താണ് വീടുകളുള്ളത്. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള കൃത്യമായ വഴിയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പഴയ മതിൽക്കെട്ടുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ അപകട സാധ്യതയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് മൂടി ഇത് വെള്ളം ഇറങ്ങും. ഇപ്പം ഇന്ന് മഴയല്ല, പക്ഷേ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ അപകട സാധ്യത വീണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരമാണ് ആവശ്യമുള്ളത്. അപ്പം വലിയ മഴയൊക്കെ വരികയാണെങ്കിൽ ഇവരോട് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. കാരണം പല വീടും തൊട്ടടുത്താണ് കിടക്കുന്നത്. നേരെ തൊട്ടടുത്ത വീട് താഴെയുള്ള വീട്ടിലേക്ക് പതിക്കുന്ന സ്ഥിതിയിലാണുള്ളത്. CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിരക്ഷാസേന അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മുഴുവൻ വീടുകളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കൂടാതെ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ 30 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലവും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇവിടെ 2 വീടുകൾക്ക് ഭീഷണിയുള്ളതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു.